സിനിമയിലെ തിളങ്ങുന്ന താരമായ കീർത്തി സുരേഷ് കഴിഞ്ഞ ദിവസമാണ് വിവാഹിതയായത്. ആന്റണി തട്ടിലാണ് വരൻ. 15 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരായിരിക്കുന്നത്. ഗോവയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ കീർത്തി സുരേഷ് തന്നെയാണ് വിവാഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഹിന്ദു മത ആചാരപ്രകാരമുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗോൾഡ് ആൻഡ് ഗ്രീൻ സാരിയിലാണ് കീർത്തി സുരേഷ് വിവാഹ ദിനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ജിമിക്കി കമ്മലും ട്രഡീഷണൽ ആഭരണങ്ങളും ധരിച്ച് തമിഴ് സ്റ്റൈൽ വധുവായിരുന്നു താരം. ആന്റണിയും ഹൈന്ദവാചാര പ്രകാരമുള്ള വേഷമാണ് ധരിച്ചത്. ഇതിനു പുറമെ ചുവന്ന സാരിയിലുള്ള മറ്റൊരു ചിത്രവും കീർത്തി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. കീർത്തിയുടെയും ആന്റണിയുടെയും കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും ഉൾപ്പെടെ ഗോവയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനിടെ കീർത്തിയുടെയും ആന്റണിയുടെയും പ്രായ വ്യത്യാസം ചർച്ചയാവുകയാണ്. ഒരേ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരാണ് കീർത്തിയും ആന്റണിയും. ഹൈസ്കൂൾ കാലത്താണ് ഇരുവരുടെയും പ്രണയം തുടങ്ങിയത്. കീർത്തിയേക്കാൾ 2 വയസ്സിന് മുതിർന്നയാളാണ് ആന്റണി. കീർത്തിക്ക് 32ഉം ആന്റണിക്ക് 34 വയസ്സുമാണ് പ്രായം. കൊച്ചി സ്വദേശിയായ ആന്റണി ദോഹയിൽ ബിസിനസ്സുകാരനാണ്. കൊച്ചി ആസ്ഥാനമായുള്ള ആസ്പെറോസ് വിൻഡോസ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് ആന്റണി. ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് കീർത്തിയുടെ വിവാഹം നടക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പരമ്പരാഗത ഹിന്ദു ആചാരപ്രകാരമാണ് ആദ്യ ചടങ്ങ് നടന്നത്. വൈകിട്ട് ക്രിസ്ത്യൻ രീതിയിലും വിവാഹം നടന്നു. തമിഴ് സിനിമയിലെ എക്കാലത്തെയും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളും അടുത്തിടെ രാഷ്ട്രീയ പ്രവേശനം നടത്തുകയും ചെയ്ത ദളപതി വിജയ് ചടങ്ങുകൾ സാക്ഷിയാവാൻ ഗോവയിലെത്തിയിരുന്നു. റിസോർട്ടിലെ സുരക്ഷാ ജീവനക്കാർക്കൊപ്പമുള്ള വിജയിയുടെ ചിത്രങ്ങൾ നേരത്തെ വലിയ രീതിയിൽ വൈറലായിരുന്നു. വിജയ്ക്ക് പുറമെ മറ്റ് പ്രധാന സിനിമാ താരങ്ങൾ ആരെങ്കിലും ചടങ്ങിൽ പങ്കെടുത്തോ എന്ന കാര്യം വ്യക്തമല്ല. നേരത്തെ ആന്റണി തട്ടിലുമായുള്ള വിവാഹത്തെക്കുറിച്ചുള്ള വിവരം കീർത്തി തന്നെ പങ്കുവച്ചിരുന്നു. ഇതോടെ ആരാധകർ വലിയ അമ്പരപ്പാണ് പ്രകടിപ്പിച്ചത്. തന്റെ സ്വകാര്യ ജീവിതം എപ്പോഴും രഹസ്യമാക്കി നിർത്തിയിട്ടുള്ള കീർത്തി ആന്റണിയുമായുള്ള ബന്ധത്തെക്കുറിച്ചോ തന്റെ പ്രണയത്തെക്കുറിച്ചോ യാതൊരു സൂചന പോലും ഇതുവരെ എവിടെയും നൽകിയിരുന്നില്ല. ജി സുരേഷ് കുമാറിന്റെയും മേനകയുടെയും മകളായ കീർത്തി സുരേഷ് പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നത്. നായികയായി സിനിമയിൽ അരങ്ങേറുന്നതിന് മുൻപ് തന്നെ ബാലതാരമായും കീർത്തി ശോഭിച്ചിരുന്നു. കുബേരൻ, പൈലറ്റ്സ് എന്നീ ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. ഗീതാഞ്ജലിക്ക് ശേഷം മലയാളത്തിൽ മാത്രമല്ല തെലുങ്കു, തമിഴ് ഭാഷകളിലേക്ക് കൂടി കീർത്തി തന്റെ അഭിനയ മേഖല വ്യാപിപ്പിച്ചിരുന്നു. ഇതോടെ തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന നടിമാരിലൊരാളായി കീർത്തി മാറുകയും ചെയ്തു. കീർത്തിയുടെ ആദ്യ ബോളിവുഡ് ചിത്രം ബേബി ജോൺ റിലീസിന് ഒരുങ്ങുകയാണ്. ഇതെന്ന മായം എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിച്ച കീർത്തി സുരേഷ് വിജയ്, സൂര്യ, ശിവകാർത്തികേയൻ എന്നിങ്ങനെ മുൻനിര താരങ്ങളുടെ നായികയായി അഭിനയിച്ചിരുന്നു. തുടർന്ന് 2018 പുറത്തിറങ്ങിയ മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും താരം നേടിയിരുന്നു.